ആശാവർക്കർമാരെ ഉൾപ്പെടെ പറഞ്ഞു പറ്റിച്ച ഗവൺമെന്റാണ് പിണറായി വിജയന്റേതെന്ന് കെ.പി.സി.സി മീഡിയ വക്താവ് സേനാപതി വേണു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് ദിവസം 700 രൂപ നൽകുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇത് നൽകാതെ ആശാവർക്കർമാരെ കബളിപ്പിച്ചു. ഇതിന് സമാനമായ രീതിയിലാണ് 2500 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ പെൻഷൻ 2000 രൂപ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർദ്ധിപ്പിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ 16ാമത്തെ ഇനമായിട്ട് പറയുന്നത് മുഴുവൻ ക്ഷേമ പെൻഷനുകളും 2500 രൂപ ആക്കും എന്നാണ്. അപ്പൊ 2500 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ 5 വർഷം അല്ലെങ്കിൽ 4.5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോ ഒന്നാമത്തെ ബജറ്റിലോ രണ്ടാമത്തെ ബജറ്റിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ വർഷമോ രണ്ടാമത്തെ വർഷമോ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കും അത് ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് പരിമിതമായ മാസങ്ങൾ, അതായത് 5 or 6 മാസത്തിൽ താഴെ മാത്രമാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഉള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു പെൻഷൻ വർധനയുടെ പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന് പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ആത്മാർത്ഥതയില്ല. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് എത്രയോ മുമ്പേ വർദ്ധിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ആശാ വർക്കർമാരുടെ സമരം 268ാമത്തെ ദിവസമാണ് സമരം പിൻവലിച്ചത്. അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് പ്രതിമാസം 1000 രൂപ മാത്രമാണ്. 7000 രൂപ ഓണറേറിയം ലഭിക്കുന്ന ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടത് അവർക്ക് 21,000 രൂപ ആയി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന്. അത് വെറുതെ അവർ പറയുന്നതല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് 2021 പ്രകടന പത്രികയിൽ ആ കാര്യവും പറഞ്ഞിട്ടുള്ളതാണ്. ആശാ വർക്കർമാര്, അതുപോലെ അംഗൻവാടി വർക്കർമാര്, പാചക തൊഴിലാളികൾ, ഇവർക്കെല്ലാം പ്രതിദിനം 700 രൂപ ശമ്പളം, അതായത് ദിവസ ശമ്പളം 700 രൂപ അല്ലെ ഓണറേറിയം 700 രൂപ വെച്ച് മാസം 21,000 രൂപ. അപ്പൊ അന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനവും അവരുടെ പ്രകടന പത്രികയിൽ നിലനിൽക്കുമ്പോഴാണ് ഈ 268 ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് കേവലം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് 1000 രൂപയാണ് പ്രതിമാസം.